ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എന്താ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തണുപ്പും എന്താല്ലേ അടിപൊളിയായി പോണു ഇപ്പോഴത്തെ കാലാവസ്ഥ അല്ലേ. നല്ല സുഖമാണ് അല്ലേ, നല്ല തണുപ്പൊക്കെ ആയി നല്ല സുഖത്തിൽ പോകണം. അപ്പോൾ ഇന്നിപ്പോൾ ഒരു കല്യാണം ഉണ്ട് കേട്ടോ. കല്യാണമുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ മദ്രസക്ക് പോയിക്കണം. ഇനിയിപ്പോൾ അവരൊക്കെ വരുമ്പോഴത്തേന് വേഗം ഒന്ന് തുടച്ച് ഒക്കെ വൃത്തിയാക്കി അങ്ങോട്ട് വെച്ച് പിന്നെ അവർ വന്ന് പറഞ്ഞാൽ പിന്നെ നാഷ്ട കൊടുക്കലും അങ്ങനെയൊക്കെ ആയി. പിന്നെ വേഗം കല്യാണത്തിനൊന്ന് പോകണമല്ലോ, വേഗം ഒന്നൊക്കെ ഒതുക്കി റെഡിയാക്കിയിട്ട് വേണമല്ലോ കല്യാണത്തിന് പോകാൻ. അപ്പോൾ നമ്മുടെ മക്കളത് അപ്പം തന്നെ താഴെയൊക്കെ എത്തിക്കണം കേട്ടോ. സൗണ്ട് ഇങ്ങനെ ശബ്ദമൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ധൃതി പിടിച്ചിട്ട് വേഗം പണികളൊക്കെ അങ്ങോട്ട് ഈ തുടക്കൽ പണി വേഗം അങ്ങോട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അവർ മേലേക്ക് കയറി വന്നാൽ പിന്നെ അപ്പോൾ എനിക്ക് പണിയാ. അപ്പോൾ ഒന്ന് വേഗം ഒന്ന് തുടച്ചങ്ങോട്ട് വിട്ടിട്ട് പോകാൻ വെച്ചിട്ടോ. തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ താഴെ അടുക്കളയിൽ എത്തിയപ്പോൾ നമ്മുടെ അല്ലൂസ് എന്നെ വേഗം ഒന്ന് കെട്ടിപ്പിടിച്ച് എന്തിനാന്ന് പറഞ്ഞോ, അവനക്ക് ദോശയും ചട്ടിനിയൊക്കെ ഉണ്ട്. അപ്പം ഉണ്ടോന്ന്, അപ്പം അപ്പവും ചട്ടിനിയൊക്കെ ഉണ്ട്. അപ്പം ആൾക്ക് മുട്ട ദോശ മതിയേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് അപ്പമാണ്, അപ്പത്തിൽ ഇന്ന് മുട്ട ഒഴിച്ച് എന്നിട്ട് ചുട്ട് തരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ ശരി എന്ന് പറഞ്ഞപ്പോൾ ആ ശരി എന്തോ ആയിക്കോട്ടെ, ഇന്നിപ്പോൾ തർക്കിക്കാനൊന്നും സമയമല്ല. എന്താണ് പറഞ്ഞാൽ വേഗം കല്യാണത്തിന് ചടപടയൊന്നും പോകണ്ടേ, അപ്പോൾ വേഗം ഒന്ന് ആക്കി കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആക്കുക കേട്ടോ. അപ്പം ഇനിയിപ്പോൾ മുട്ടയൊക്കെ ഉടച്ച് ഒരു മുട്ട ഊറ്റിയിട്ട് ഒരു അപ്പവും ചുട്ട് കൊടുക്കട്ടെ, അതും കഴിച്ചിട്ട് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ അങ്കുട്ടനിക്കേ അതാണ് ഒരു അപ്പം നേരത്തെ തന്നെ കൊടുത്തിട്ടോ. അവനക്ക് നേരത്തെ കാലത്ത് കൊടുക്കണം, എന്നാലേ മെല്ലെ ഒരു മണിക്കൂർ കഴിഞ്ഞാലേ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരാൾ പുതച്ച് കിടക്കണു കേട്ടോ. അപ്പോൾ എന്താ ഇപ്പോൾ കുട്ടിയെ എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ആൾ കണ്ണൊക്കെ പൊത്തിയിട്ട് ഇരിക്കട്ടെ. അപ്പോൾ എന്താണ് പുതച്ച് കിടക്കുകയാണോ, കല്യാണത്തിന് വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവളുടെ ഓരോ കുശലാന്വേഷണമൊക്കെ പറഞ്ഞ് ഇങ്ങനെ മൂത്താപ്പയും പേരക്കുട്ടി ഇരിക്കുന്നുണ്ട്. ഇവിടെ രണ്ടാൾക്കാർ അപ്പം തിന്നിട്ടിരിക്കണം. ഇനിയിപ്പോൾ അവരൊക്കെ അപ്പം തിന്നിട്ടിരിക്കട്ടെ. അപ്പം തന്നെ ഞാൻ വേഗം പോയിട്ട് തേക്കാളൊക്കെ ഒന്ന് തേക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ മേലെ പോയിട്ടോ. അപ്പോൾ വേഗം ഇനിയിപ്പോൾ ഞങ്ങളുടെയൊക്കെ തേച്ചതിന് ഇനിയിപ്പോൾ ഉള്ളത് ഇക്കാൻ്റെ ഷർട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് വേഗം ഒന്ന് തേക്കട്ടെ വെച്ചിട്ടാണ്. അപ്പോൾ അല്ലൂട്ടനിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇടക്ക്, ഞാൻ വേഗം ഒന്ന് പോയി കുളിച്ച് റെഡിയാകുക എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കണു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഇക്കാൻ്റെ ഷർട്ട് മാത്രമേ ഉള്ളൂ, അതങ്ങോട്ട് വേഗം ഒന്ന് തേച്ചാലേ ഇനിയിപ്പോൾ ഓരോരുത്തരും അങ്ങോട്ട് ഒരുങ്ങി ആയ പിന്നെ ലാസ്റ്റ് എനിക്കും അങ്ങോട്ട് കുളിക്കാമല്ലോ അത് വെച്ചിട്ട്. അപ്പം അപ്പുറത്ത് നമ്മുടെ അങ്കൂട്ടനുണ്ട് കേട്ടോ. അങ്കൂട്ടൻ അവിടെ ഓരോന്ന് കാട്ടിയിട്ടും പിടിച്ചിട്ടും ഒക്കെ നിൽക്കുകയാണ്. പിന്നെ അങ്ങനെ റൂമിൽ വന്നപ്പോൾ നമ്മുടെ അല്ലൂസ് വേഗം കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിക്കണം. പിന്നെ അടുത്തത് നമ്മുടെ അങ്കൂട്ടനെ കുളിപ്പിച്ച് ഒരുക്കുക കേട്ടോ. അപ്പം അവന് ഇക്കാൻ്റെ ഓരോന്ന് പറഞ്ഞിട്ട് നിൽക്കുക കേട്ടോ, ഓരോന്ന് കാട്ടിയിട്ടും പിടിച്ചിട്ടും ഒക്കെ നിൽക്കുക കേട്ടോ. ഇതിപ്പോൾ അവൻ്റെ പുതിയ ഷർട്ടാട്ടോ. ഇതൊക്കെ അവൾക്ക് ഇനിയിപ്പോൾ ഒരു കണ്ണാട ഇട്ട് കൊടുക്കണം എന്നൊക്കെയാണ്. അപ്പം ഇനിയിപ്പോൾ ഒന്ന് തലയൊക്കെ ഒന്ന് ചീവി കൊടുത്ത് റെഡിയാക്കാൻ വെച്ചാൽ തല ചീവുമ്പോൾ ആൾ അമ്മേ അയ്യോ അച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആളുടെ ഒരു കണ്ണാടിയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു രജനീൻ്റെ പോലെ ഉണ്ട്, രജനീകാന്തിൻ്റെ പോലെ ഉണ്ട് ഇപ്പോൾ കാണുമ്പോൾ നോപ്പോൾ ആൾക്ക് ഇതിലും മേലെ സന്തോഷമില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങപ്പോൾ ഒക്കെ പറഞ്ഞു ഇനിയിപ്പോൾ കല്യാണത്തിന് പോയിട്ടിപ്പോൾ നല്ല ചെത്തുപൊളി ആയിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ മാറി താഴേക്ക് വരുമ്പോൾ നമ്മുടെ ഇപ്പോൾ കുറുബി അങ്കൂട്ടനും ഒക്കെ ലേസൊക്കെ കഴിക്കും. നമ്മുടെ അല്ലൂസ് കണ്ണാടിയൊക്കെ ഇട്ട് നല്ല സ്റ്റെത്തിലിരിക്കണം കേട്ടോ. നമ്മുടെ ഇക്കൊക്കെ ഫോണൊക്കെ നോണ്ടിയിരിക്കണം. പിന്നെ ഇതാണ് ഇപ്പോൾ എൻ്റെ ഡ്രസ്സ് കേട്ടോ, അന്ന് കല്യാണത്തിന് പോകാൻ ഇട്ട ഡ്രസ്സ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പിന്നെ പെണ്ണും ചെക്കനും ഇങ്ങനെയൊക്കെ കണ്ട് പിന്നെ ഇപ്പോൾ ഭക്ഷണം കഴിക്കാനാണ്. അപ്പോൾ ഷോർട്സിലൊക്കെ ഞാൻ ആ കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ താത്തയും മോളും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ സമയമായിക്കണം. അപ്പോൾ അവൻ്റെ കുറച്ച് സംസാരിച്ച് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എപ്പോഴാണ് നീ അങ്ങോട്ട് പോകണം, അപ്പോൾ ചിലപ്പോൾ ഇന്ന് രാത്രി തന്നെ പോകും എന്നൊക്കെ അവൾ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി നമ്മുടെ വീട്ടിലേക്ക് അങ്ങോട്ട് വരിക കേട്ടോ. അപ്പത്തിന് നമ്മുടെ അല്ലൂസിനെ കാണാണ്ടായിട്ടോ. അപ്പോൾ ഞങ്ങൾ പേടിച്ചു, നോക്കുമ്പോൾ എന്താവാൻ വേണ്ടി തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ പറയാം പഹയൻ നമ്മളൊക്കെ അങ്ങോട്ട് പേടിപ്പിച്ച് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ഓരോന്നും ഇങ്ങനെ പറയട്ടോ. അപ്പോൾ അപ്പുറത്ത് നമ്മുടെ കുറുമ്പൻ അവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടും രസിച്ചും ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ.
ഉടയിപ്പക്കുറുമ്പി അവിടെ മുമ്പിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി കാണും വരയ്ക്കും ടാറ്റാ.